നോളജ് സിറ്റിയുടെ കാര്യത്തേക്ക് വന്നാൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു അതിൻ്റെ പദ്ധതികൾ? നോളജ് സിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങളുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ള ഒന്നില്ല. അപ്പോൾ നോളജ് സിറ്റി അൽഹംദുലില്ലാഹ് സ്വയം പരിശ്രമത്തിലൂടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പിന്തുണയുണ്ട്. ആവശ്യമായ എല്ലാ ലൈസൻസിങ്ങും കാര്യങ്ങളും മറ്റൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു കേരളത്തിലൊരു മാതൃകയാണ്. അത് ശരിക്ക് ഇന്ത്യയിൽ ഉടനീളം ഉപയോഗപ്പെടുത്തണം. ഞങ്ങൾ അതിവിദഗ്ധരായ ആളുകളെ, സയൻറ്റിസ്റ്റുകളെയും മറ്റ് ചിന്തകന്മാരെയൊക്കെ കൊണ്ടുവന്ന് ആശയങ്ങളൊക്കെ എടുത്ത് അങ്ങനെയാണിത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ആശയങ്ങൾ നടപ്പിലാക്കിയതിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ UN നമ്മുടെ CEO ചെന്നിട്ട് അതിനെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല സംഘടനകളും, ഇപ്പോൾ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അതുപോലെ ഇക്കണോമിസ്റ്റുകൾ ഒക്കെ നോളജ് സിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്റ്റുഡൻസ് സംഘമായി വരുന്നുണ്ട്. കാരണം എല്ലാതരം ആർക്കിടെക്ചറും അവിടെയുണ്ട്. കൊറോണ കാലത്ത് എല്ലാവരും സ്റ്റോപ്പ് ചെയ്തപ്പോൾ സർവൈവ് ചെയ്തത് എങ്ങനെ? ഒരു പലിശരഹിത സാമ്പത്തിക രീതിയിലൂടെ ആയതുകൊണ്ട് അതിനൊരു വലിയ തകർച്ച ഉണ്ടായില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആൾ വരുന്നുണ്ട്.